ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെയുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഉണ്ടാക്കുന്നത് ഇനി മറന്നേക്കും. പകരം നമുക്ക് പുതിയൊരു ട്രിക്ക് പരിചയപ്പെടാം. പഴയ രീതിയിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ടൈറ്റിൽ സ്ലൈഡ് ഇതുപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒന്ന് ആലോചിച്ച് നോക്കും. അതിനായി നമുക്ക് പുതിയൊരു സ്ലൈഡ് ആഡ് ചെയ്യാം. ഇനി ഈ സ്ലൈഡിലേക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം. സ്ലൈഡ് ഫുൾ കവർ ആകുന്ന രീതിയിൽ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇൻസേർട്ട് ടാബിൽ നിന്നും ഷേപ്സ്, റെക്റ്റാങ്കിൾ, സ്ലൈഡ് ഫുൾ കവർ ആകുന്ന രീതിയിൽ റെക്റ്റാങ്കിൾ വരയ്ക്കാം. ശേഷം അതിൻ്റെ ഔട്ട്ലൈൻ, നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യാം. ഷേപ്പിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫോണ്ടും സൈസും നൽകാം. ഞാൻ ഏരിയൽ ബ്ലാക്ക്, സൈസ് ഒരു 350 നൽകുന്നു. ശേഷം അതിനെ നമ്മുടെ സ്ലൈഡിൽ കൃത്യമായിട്ടൊന്ന് അറേഞ്ച് ചെയ്യാം. കറക്റ്റായി ഈ ടെക്സ്റ്റ് ബോക്സ് സ്ലൈഡിൻ്റെ മിഡിലും സെൻറ്ററുമായിട്ട് അറേഞ്ച് ചെയ്യാം. അതിനായി ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റിൽ നിന്ന് അലൈൻ ടു മിഡിൽ, ഒരു വട്ടം കൂടി അലൈൻ ടു സെൻറ്റർ. ഓക്കെ, അതിനുശേഷം നമുക്ക് ആദ്യം വരച്ച റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ടെക്സ്റ്റ് ബോക്സും കൂടി സെലക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഷേപ്പ് ഫോർമാറ്റ് സെലക്ട് ചെയ്ത് ഇവിടെ മെർജ് ഷേപ്സ് എന്ന ഓപ്ഷനിൽ നിന്നും അവസാനത്തെ ഓപ്ഷനായ സബ്ട്രാക്ട് സെലക്ട് ചെയ്യുക. നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. സ്ലൈഡ് സെലക്ട് ചെയ്ത് കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ആദ്യം ക്രിയേറ്റ് ചെയ്ത സ്ലൈഡ്സ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ ഈ സ്ലൈഡിൽ ഇതിൻ്റെ സൂം പരമാവധി കുറച്ച് വെച്ചതിന് ശേഷം നമ്മുടെ റെക്റ്റാങ്കിളിനെ പരമാവധി വലുതാക്കുക. ഈ ഇമേജ് നമ്മുടെ ഏതെങ്കിലും ഒരു ലെറ്ററിനുള്ളിലൂടെ കാണുന്ന രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആദ്യത്തെ സ്ലൈഡ് ഒന്നുകൂടി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്, വീണ്ടും കൺട്രോൾ ഡി ഉപയോഗിച്ചുകൊണ്ട്. അതിനുശേഷം ആ സ്ലൈഡിനെ അവസാനമായി അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി 3 സ്ലൈഡും സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ട്രാൻസിഷൻസ് മോർ അപ്ലൈ ചെയ്യുന്നു. ഇനി നമുക്ക് സ്ലൈഡ് ഷോയിലൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.